Hi students. ഇനി നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ മെയിൻ പോർഷനിലോട്ട് കടക്കാൻ പോവാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ ഓഫ് ആർസിസ് സെക്ഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് അറിയണം. ഓക്കെ, അപ്പോൾ മെയിൻലി 3 ടൈപ്പ് ഓഫ് ഡിസൈൻ ഫിലോസഫീസ് ആണ് ഉള്ളത്. ഡിസൈൻ ഫിലോസഫീസ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മറ്റുള്ള 2 ഫിലോസഫീസിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള 2 ടൈപ്പ് ഓഫ് ഡിസൈൻ ഫിലോസഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വർക്കിംഗ് സ്ട്രെസ് ഡിസൈൻ, അടുത്തത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിസൈൻ, മൂന്നാമത്തത് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വർക്കിംഗ് സ്ട്രെസ് ഡിസൈനാണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രെസ് ഡിസൈൻ എന്ന് പറയും. ഇതിനെ നമ്മൾ അതർവൈസ് എന്ത് പറയും, മോഡുലാർ റേഷ്യോ മെത്തേഡ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സ്റ്റീലും കോൺക്രീറ്റും ഒരുപോലെ ആക്ട് ചെയ്യുന്നു എന്നാണ് ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അറ്റ് ഓൾ സ്റ്റേജസ്. അതായത് ഏതൊരു ഡിഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിലും അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. ഏതൊരു സ്റ്റേജസിലും അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക എന്നാണ് ഇതിൽ നമ്മൾ ഫസ്റ്റ് അസംപ്ഷൻ വരുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് മോഡുലാർ റേഷ്യോ, വി യൂസ് മോഡുലാർ റേഷ്യോ ടു ഡിറ്റർമൈൻ ദി സ്ട്രെസ്സസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡുലാർ റേഷ്യോ ആണ്. മോഡുലാർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ടു ദാറ്റ് ഓഫ് കോൺക്രീറ്റ്. അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ES ഡിവൈഡഡ് ബൈ EC. ഓക്കെ, അതാണ് എന്ത് മോഡുലാർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് ദി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് steel and concrete. Okay, and the permissible stresses are obtained by applying specific factors of safety on material strength. അതായത് നമുക്കിപ്പോൾ ഏതൊരു മെറ്റീരിയൽ പെർമിസിബിൾ ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ടാവും. അതായത് ഈ ഒരു വാല്യൂ, അതായത് ഇപ്പം ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ഇപ്പോൾ M20 അല്ലെങ്കിൽ M30 എന്നൊക്കെ പറഞ്ഞ ഗ്രേഡ്സ് ഉണ്ടല്ലോ, അതിനൊക്കെ ഓരോരോ പെർമിസിബിൾ വാല്യൂസ് ഉണ്ടാവും. അതായത് ഈ ഒരു സ്ട്രെങ്ത് വരെ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് വരെ എന്തുള്ളൂ അത് ടേക്കപ്പ് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂയാണ് നമ്മൾ എന്ത് പറയുക, പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ പെർമിസിബിൾ സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കുക ഈ മെറ്റീരിയൽ സ്ട്രെങ്ത്തിൻ്റെ, അതായത് നമുക്ക് ഓൾറെഡി കിട്ടുന്ന മെറ്റീരിയൽ സ്ട്രെങ്ത്തിനെ നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു ഒരു സേഫർ സൈഡിലോട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് മൾട്ടിപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ മെറ്റീരിയൽ സ്ട്രെങ്ത്താണ് നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സ്, ഇപ്പോൾ ഇത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മളൊരു P ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലും കൂടുതലൊരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും. അതിലും കൂടുതൽ ലോഡ് അവിടെ ആക്ഷൻ വരുന്നുണ്ട് എന്ന രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യും. അതിന് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നാണ് പറയുക. അപ്പോൾ ഈ 2 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്യും. അപ്പോൾ മെയിൻലി ഈ ഒരു കേസിൽ, അതായത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമ്മൾ എടുക്കുന്നത് മെറ്റീരിയൽ സ്ട്രെങ്ത്തിന് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് കോൺക്രീറ്റ് നമ്മൾ എടുക്കുന്നത് 3 ആണ്. അതുപോലെ തന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് സ്റ്റീൽ നമ്മൾ എടുക്കുന്നത് 1.8 ആണ് ഈ ഒരു മെത്തേഡിൽ, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ. ഈ മെത്തേഡിൽ എന്താ പറഞ്ഞത്, ഇതിൽ ഓൾറെഡി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റീലും കോൺക്രീറ്റും ഒരുപോലെയാണ് ആക്ട് ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അറ്റ് ഓൾ സ്റ്റേജസ്. പിന്നെ സ്ട്രെസ്സസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡുലാർ റേഷ്യോ ആണ്. മോഡുലാർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ആൻഡ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ്. നമ്മളിവിടെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി യൂസ് ചെയ്തിട്ടാണ് മെറ്റീരിയൽ സ്ട്രെങ്ത്തിലോട്ട് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെറ്റീരിയലിൽ പെർമിസിബിൾ സ്ട്രെസ് കണ്ടുപിടിക്കുക. അപ്പോൾ കോൺക്രീറ്റിൻ്റെ കേസിലാണെങ്കിൽ ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി 3ഉം സ്റ്റീലിൻ്റെ കേസിലാണെങ്കിൽ 1.8ഉം ആണ്. ഓക്കെ, ഇതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ വരുന്നത്. ഇനി അടുത്തത് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് മെത്തേഡാണ്. അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിസൈൻ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് മെത്തേഡ് അല്ലെങ്കിൽ ലോഡ് ഫാക്ടർ മെത്തേഡ് എന്നും പറയും. ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, മെറ്റീരിയൽ സ്ട്രെങ്ത്തിൽ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആഡ് ചെയ്തിട്ടാണ്, മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ എന്ത് ചെയ്യുന്നത്, ഇതിലൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പെർമിസിബിൾ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ പെർമിസിബിൾ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദി സെക്ഷൻ,
അതായത് വർക്കിംഗ് ലോഡിലുള്ള, അതായത് നമ്മൾ നോർമൽ കണ്ടീഷൻസിലുള്ള സ്ട്രെങ്ത്ത് ആർ സി സെക്ഷൻ്റെ സ്ട്രെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി യൂസ് ദി അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് ഓഫ് ദി സെക്ഷൻ. അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് സ്ട്രെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിനെക്കാട്ടിലും കൂടുതൽ വേരിയേഷൻ വരെ കോൺക്രീറ്റിൻ്റെ കേസിലും. അപ്പോൾ നേരത്തെ കേസിലും നമ്മൾ കോൺക്രീറ്റിന് 3ഉം സ്റ്റീലിന് 1.8 ആണ് എടുത്തത്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. ആസ് ദി വേരിയേഷൻ ഓഫ് സ്ട്രെങ്ത് ഇൻ കോൺക്രീറ്റ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ് ഓഫ് ദി സ്റ്റീൽ, ദി അഡീഷണൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് 1.8 ഫോർ ഡിസൈൻ മിക്സേഴ്സ് ആൻഡ് 1.67 ഫോർ നോമിനൽ മിക്സേഴ്സ് were used for calculating the permissible stress of concrete. അതായത് കോൺക്രീറ്റിൻ്റെ കേസിൽ, ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ കേസിൽ എന്താണ്, നമ്മളൊരു എക്സ്ട്രാ ഡിസൈൻ മിക്സസ് ആണെങ്കിൽ 1.5 ഫാക്ടർ ഓഫ് സേഫ്റ്റിയും, അതേപോലെ നോമിനൽ മിക്സ് ആണെങ്കിൽ 1.67 ഫാക്ടർ ഓഫ് സേഫ്റ്റിയും നമ്മൾ യൂസ് ചെയ്യും. ഈ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു എൻഷുർ ദാറ്റ് ദി ഫെയിലിയർ ടേക്സ് പ്ലേസ് ഡ്യൂ ടു ടെൻസൈൽ ഫെയിലിയർ ഓഫ് സ്റ്റീൽ, നോട്ട് ബൈ ദി സഡൻ ഫെയിലിയർ കംപ്രഷൻ ഫെയിലിയർ ഓഫ് കോൺക്രീറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു ഫ്ലെക്ചറൽ മെമ്പറാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ലോഡ് ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് എടുക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻ ഫാസ്റ്റർ ആയിരിക്കും. വേരിയേഷൻ ഓഫ് സ്ട്രെങ്ത് ഇൻ കോൺക്രീറ്റ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മെമ്പർ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റീൽ നമ്മൾ ഹൈലി സ്ട്രെങ്ത് ആയിട്ട്, അതായത് നല്ല സ്ട്രെങ്ത്തിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫെയിലിയർ വരെ കോൺക്രീറ്റിനായിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവിടെ ഉണ്ടാവുന്നത് കംപ്രഷൻ ഫെയിലിയറാണ്. അതായത് കോൺക്രീറ്റിൽ വരെ കംപ്രഷനാണ്, ആ ഒരു കംപ്രഷൻ ഫെയിലിയറാണ് അവിടെ ഫസ്റ്റ് സംഭവിക്കുക. അപ്പോൾ അതൊരു സഡൻ ഫെയിലിയർ ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി, നമുക്കൊരു വാർണിംഗ് പോലും തരാണ്ട് പെട്ടെന്ന് ഫെയിലായിപ്പോവും. ഇൻ അതർ കേസ് ഇപ്പോൾ കോൺക്രീറ്റ് നമ്മൾ സഫിഷ്യൻറ്റ് സ്ട്രെങ്ത്തിൽ കൊടുക്കുകയും സ്റ്റീൽ നമ്മൾ സ്ട്രെങ്ത്ത് കുറച്ചും കൊടുക്കും. സ്ട്രെങ്ത്ത് കുറച്ച് കൊടുക്കുക എന്നല്ല, സഫിഷ്യൻറ്റ് സ്ട്രെങ്ത്ത് കൊടുക്കുക. പക്ഷെ അതിലും കൂടുതൽ നമ്മൾ കോൺക്രീറ്റിന് സ്ട്രെങ്ത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റീലാണ് ഫസ്റ്റ് ഫെയിൽ ആവുക. അപ്പോൾ ആ കേസിലെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റീൽ ഫെയിലാവുമ്പോൾ തന്നെ നമുക്ക് ഒരു സഫിഷ്യൻറ്റ് വാർണിംഗ് അവിടെ വരും. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഒരു ടെൻഷൻ ഫെയിലിയറാണ്. അതായത് മാക്സിമം ടെൻഷൻ ഡിഫ്ലക്ഷനൊക്കെ വന്നതിന് ശേഷമാണ് അവിടെ ഫെയിലിയർ ഉണ്ടാവുക, സഡൻ ഫെയിലിയർ ആവില്ല. അപ്പോൾ ആ ഒരു കേസ് എൻഷുർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അഡീഷണൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ ഓൾറെഡി വരും. അതിന് പുറമേ ആണ് ഡിസൈൻ മിക്സിനും നോമിനൽ മിക്സിനും ഡിഫറെൻറ്റ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിസൈൻ മെത്തേഡ്. ജസ്റ്റ് ഒരു തിയറിയാണ് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ വരുന്ന മെത്തേഡല്ല.